DD Ria Vlogsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ. വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, സംഗീത ട്രെയിനിങ് സംസ്കൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ ബിരുദാനന്തര ബിരുദം വരെയും, സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ BEd, MEd എന്നിവയും, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നീ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളിൽ നിന്നും വരുമാന പരിധി ഉപാധിയില്ലാതെ 2023-24 അധ്യയന വർഷത്തെ ഫീസ് ആനുകൂല്യത്തിനും ബോർഡിംഗ് ഗ്രാൻറ്റിനും സൗജന്യ ഹോസ്റ്റൽ താമസത്തിനുമുള്ള ആനുകൂല്യത്തിനും വേണ്ടിയുള്ള അപേക്ഷ ഓൺലൈനായി ക്ഷണിക്കുന്നു. അപേക്ഷകൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കോളർഷിപ്പ് വെബ്സൈറ്റായ www.dcescholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഓരോ വർഷവും പുതിയ അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 10/1/2024 ആണ്. രജിസ്ട്രേഷനും പ്രിൻ്റൗട്ടും മറ്റ് അനുബന്ധ രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി 12/1/2024 ആണ്. അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫീസ് ആനുകൂല്യം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പാൾ അംഗീകരിച്ച അപ്പൻഡിക്സ് 2 പ്രകാരമുള്ള ഇൻമേറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ ചാർജിന് അർഹതയില്ലാത്ത ഡേ സ്കോളർ വിദ്യാർത്ഥികൾക്ക് ബോർഡിംഗ് ഗ്രാൻറ്റായി പ്രതിമാസം 400 രൂപ പ്രകാരം ഒരു വർഷത്തേക്ക് 4000 രൂപ ലഭിക്കും. ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. SSLC മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അപേക്ഷകൻ്റെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ 1ാമത്തെ പേജിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അവസാനത്തെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ശരിപ്പകർപ്പ്, ഹോസ്റ്റൽ വാർഡൻ്റെ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ്. ഒരിക്കൽ അനുവദിക്കപ്പെട്ട ഫീസ് ആനുകൂല്യമോ ഹോസ്റ്റൽ ആനുകൂല്യമോ പിന്നീട് പുതുക്കിയ ഫീസ് നിരക്ക് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ വീണ്ടും പുതുക്കി നൽകുന്നതല്ല. സർക്കാർ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓരോ വിദ്യാർത്ഥിക്കും ചെലവായ തുക സംബന്ധിച്ച കണക്കുകൾ ഈ കാര്യാലയത്തിൽ തപാൽ മുഖേന സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ സമർപ്പിക്കേണ്ടതാണ്. ഹോസ്റ്റൽ ചാർജ് മുൻകൂറായി നൽകുകയില്ല. വിദ്യാർത്ഥി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശിച്ച തീയതി മുതൽ അക്കാദമിക് വർഷത്തിൻ്റെ ഡിസംബർ മാസം വരെയുള്ള തുക 1ാം ഘട്ടമായും ജനുവരി മുതൽ മാർച്ച് വരെയുള്ളത് 2ാം ഘട്ടമായും അനുവദിക്കുന്നു. പഠിക്കുന്ന സ്ഥാപനം മുഖേനയാണ് ഹോസ്റ്റൽ ചാർജ് ആവശ്യപ്പെടേണ്ടത്. ഹോസ്റ്റൽ ചാർജ് ലഭിക്കുന്നതിനായി ഹോസ്റ്റൽ വാർഡൻ ഓരോ വിദ്യാർത്ഥിയുടെയും ഇൻമേറ്റ് സർട്ടിഫിക്കറ്റും ഹോസ്റ്റൽ ഫീസും സ്റ്റേറ്റ്മെൻറ്റിൽ രേഖപ്പെടുത്തി സ്ഥാപന മേധാവിക്ക് നൽകേണ്ടതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഹോസ്റ്റൽ ചാർജ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കാരണം 2ാം ഗഡുവിനായി വിവരങ്ങൾ നൽകുമ്പോൾ സ്ഥാപന മേധാവി വ്യക്തമാക്കണം. ഈ പദ്ധതി പ്രകാരം ഫീസ് ആനുകൂല്യം, ബോർഡിംഗ് ഗ്രാൻറ്റ്, ഹോസ്റ്റൽ ചാർജ് ലഭിക്കുന്നവർ മറ്റു ഫീസ് ആനുകൂല്യം, സ്കോളർഷിപ്പുകൾ, ഗ്രാൻറ്റ് സ്റ്റൈഫൻഡ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പാടുള്ളതല്ല. ഒന്നിലധികം സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുന്നവർ മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ അവസരം വരുമ്പോൾ വിദ്യാർത്ഥിക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് സെലക്ട് ചെയ്യേണ്ടതാണ്. സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്ന അപേക്ഷകളും മാനുവൽ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. തുക സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കോളേജ് ലോഗിനിൽ റെസിപ്റ്റ് എമൗണ്ട് കൺഫേം സ്റ്റുഡൻറ്റ് ലിസ്റ്റ് ടാബിൽ നൽകി വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി www.dcescholarship.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് സ്കോളർഷിപ്പിനായി മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിവരങ്ങൾ വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഹോസ്റ്റലർ ആണോ ഡേ സ്കോളർ ആണോ എന്ന വിവരം സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓൺലൈനിലൂടെ അപേക്ഷ നൽകിയതിനു ശേഷം വ്യൂ ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റൗട്ട് എടുക്കുക. രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റൗട്ടും അനുബന്ധ രേഖകളും വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ്. അർഹരായ എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.